ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. ഇന്നലെ ഞാൻ അരുണിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാനും അരുണും തമ്മിൽ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫുൾ നെഗറ്റീവ് കമൻറ്റുകളാണ് വരാറുള്ളത്. പക്ഷേ ഇന്നലത്തെ ഒരു വീഡിയോക്ക് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ വന്നു. അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. നല്ല മനുഷ്യരും ഉണ്ടല്ലേ നമ്മുടെ ഈ കാലത്ത്. ഞാൻ വിചാരിച്ചതൊക്കെ എല്ലാവർക്കും നെഗറ്റീവ് മാത്രമേ പറയാൻ അറിയുള്ളൂ എന്ന്. അങ്ങനെ തറത്ത് നിന്ന് പറയാനും പറ്റൂല കേട്ടോ. എനിക്കൊരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന, ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഞാനൊരു കൂടപ്പിറപ്പ് പോലെയും കൂട്ടുകാരി പോലെയും മകൾ പോലെയും ഒരു ചേച്ചി പോലെയും ഒക്കെയാണ്. അപ്പോൾ പൊതുവേ അരുണിൻ്റെ കൂടെ ഇടുമ്പോഴേക്കും ഒരു വീഡിയോ ഇട്ടാൽ അപ്പോഴേക്കും നെഗറ്റീവ് മാത്രമേ വരാറുള്ളൂ ചിലരുടെ വായിൽ നിന്ന്. പക്ഷേ ഇന്നലെ നല്ല നല്ല പോസിറ്റീവ് കമൻറ്റുകൾ വന്നു. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ കൂടെ വീഡിയോ എടുത്ത് നിങ്ങളടുത്ത് നന്ദി പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവൻ വരാൻ ലേറ്റാവും. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്, KSRTCയിലാണ്. അപ്പം ഇന്നത്തെ ട്രിപ്പ് എറണാകുളത്തേക്കാണ്. അപ്പം വരുന്ന വഴിക്ക് എവിടെയോ ബ്ലോക്ക് കുടുങ്ങി, ലേറ്റാവും എത്താനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കരുതി ഞാൻ തന്നെ നിങ്ങളടുത്ത് നന്ദി പറഞ്ഞേക്കാം. അവനുള്ള സമയത്ത് ഒരു ദിവസം നിങ്ങൾക്ക് അവനെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും കരുതി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സന്തോഷം. ഈ നെഗറ്റീവുകൾ മാത്രം ചൊരിയുന്ന ചിലരുണ്ടല്ലോ, അവർക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അവരെന്ന് വെച്ചാൽ രാവിലെ തൊട്ടിട്ട് ഫോണ് തുറക്കുന്നത് തന്നെ ഇന്ന് ആരെക്കുറിച്ച് നെഗറ്റീവ് പറയാം എന്നുള്ള ചിന്താഗതിയിലാണ്. നമ്മളുടെ സൈഡിൽ എത്ര പോസിറ്റീവായിട്ടുള്ള സംഭവം ഉണ്ടായാൽ പോലും അതൊന്നും കാണാനും കേൾക്കാനും ആരും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഞാൻ. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അത് കാണാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് പോണം, തട്ടമിട്ടിട്ടില്ല. അതിന് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടമിടുള്ളൂ എന്നുള്ള പരാതി. നമ്മളൊക്കെ വീട്ടിൽ ക്യാഷ്വലായിട്ട് നമുക്ക് എന്താണോ കംഫേർട്ട് അതിൻ്റേതായ രീതിയിലേ നമ്മൾ നിൽക്കാറുള്ളൂ. ഇതിനു മുമ്പേ എന്നോട് ഒരു ഈ പേജുകാരുണ്ടല്ലോ, കുറേ ഫേസ്ബുക്ക് പേജുകാരുണ്ടല്ലോ, ഒരിക്കൽ എന്നോട് പറഞ്ഞു വരയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ. അപ്പം എനിക്ക് വരയ്ക്കുന്ന സമയത്ത് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ പടച്ചവൻ പോലും സഹിക്കൂല. അത്രയും മെനകെട്ട ഡ്രസ്സുകളാണ് ഞാൻ ഇടാറ്. അത് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ, ഏതിട്ടാലും അതിൽ പെയിൻ്റ് ആവും. അപ്പം ഞാൻ ഈ പെയിൻ്റായ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, കാരണം എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും പെയിൻ്റ് ആവരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതാക്കിയാൽ പോലും അതിൽ പെയിൻ്റ് ആവും. അപ്പോൾ അവർക്കത് വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല. അവർ പറഞ്ഞു കോസ്റ്റ്യൂം ശരിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സീരിയലിലൊന്നും അല്ല അഭിനയിക്കുന്നത്. സീരിയലിലൊക്കെ ആണെങ്കിൽ മറ്റേ പിഷാരടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ പാർട്ടി വെയർ ഇട്ടതിൻ്റെ മാതിരി എനിക്ക് പാർട്ടി വെയർ ഇട്ട് വരയ്ക്കായിരുന്നു. ഇതെന്തിട്ടാലും ഞാൻ പെയിൻ്റ് ആക്കും. അതേപോലെയാണ് വീട്ടിൽ നമ്മൾ തട്ടിടുന്നതും തട്ടിടാത്തതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പം ഇടാത്തതും ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അത് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം എന്നുള്ളത് ആക്കി മാറ്റുന്നതിനോടാണ് എനിക്ക് വലിയ യോജിപ്പില്ലാത്തത്. നിങ്ങൾക്കറിയാമല്ലോ, അതങ്ങനെ ആക്കി മാറ്റിയതാണ്. അതെന്നില്ല പല കാര്യങ്ങളും കേട്ടോ. അപ്പോൾ എനിക്കിപ്പം സന്തോഷം എന്ന് പറയാൻ, ഉൾക്കൊള്ളുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചെറിയൊരു സന്തോഷം. അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും വീഡിയോ ഇടാൻ തോന്നും. നല്ല നല്ല കമൻറ്റുകൾ കാണാൻ. ചില കമൻറ്റുകൾ കാണുമ്പോൾ പെറ്റതള്ള പൊറുക്കൂല എന്ന് പറഞ്ഞതിൻ്റെ അത് അവന്മാരൊക്കെ എങ്ങനെ ആയിരിക്കും ഇത് ടൈപ്പ് ചെയ്യുമ്പം. അവർക്കെങ്കിലും ഉണ്ടാവില്ല
മാനസികമായിട്ടൊരു വിഷമെങ്കിലും അതുപോലും ഇല്ലാത്ത കുറച്ച് എണ്ണങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല 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 കമൻറ്റുകൾ ഇട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളിതേ ഈ ഒരു പ്രതിമനെ കാണുന്നുണ്ടോ? ഒരു മാലാഖക്കുട്ടി കണ്ടോ? ഇതുണ്ടല്ലോ, എനിക്ക് അവാർഡ് കിട്ടിയതാ. എന്തിനായിരുന്നു എന്നറിയോ? എന്തിനായിരുന്നപ്പാ, എന്നോട് മറന്നുപോയി എന്തിനായിരുന്നു എന്ന്. എന്തോ വുമണിൻ്റെ എന്തോ ആണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന വുമൺ എന്താ പറയുക, എന്തോ 9 പേർക്ക് സ്ട്രഗിൾ ചെയ്യുന്ന, സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന 9 പേർക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഫേമസ് ആയിട്ടുള്ള ആളാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു തരാം. സ്ത്രീശക്തി പുരസ്കാരം. അത് പറയാൻ കാരണം കണ്ടോ ഗൈസ്, സ്ത്രീശക്തി പുരസ്കാരം. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 9 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെച്ചപ്പം മാലാഖയെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. പുരസ്കാരം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. അന്നൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുത്തിടുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കുറേ ലേറ്റായിപ്പോയി. പലരും എൻ്റെ വീഡിയോസ് വൈറലായി തുടങ്ങി അന്നപ്പം തൊട്ടിട്ട് പലരും പറയുന്നൊരു കാര്യം കേട്ടോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, നിങ്ങളുടെ പേരിൽ എത്ര ആൾക്കാരാണ് പൈസ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി യൂട്യൂബിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിലും കണ്ണനില്ലേ നമ്മുടെ കൂടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ നിവർത്തികേട് കൊണ്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനൽ എന്ന് പറയാം. അപ്പോഴും ഈ വീഡിയോ ഫസ്റ്റാണ് ഒരാൾ കാണുന്നതെങ്കിൽ എന്താണ് എനിക്ക് നിവർത്തികേട് എന്നുള്ളത് ചിന്തിക്കും. മറ്റൊന്നുമല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടതാണ്. അപ്പോൾ എന്നെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ പലർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് കമൻറ്റുകൾ പറയാൻ അവർക്ക് കമൻറ്റ് ഇട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷേ തുടങ്ങിയപ്പം അത് നല്ല കയറിപ്പോന്നു. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പം ഞാൻ കണ്ടൻറ് ക്രിയേറ്ററൊന്നും അല്ല, കുക്കിംഗ് വീഡിയോസ് ഇടാൻ അറിയില്ല, പിന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ പറഞ്ഞു തരാൻ എനിക്കറിയില്ല, ഒന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, അത്ര മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നല്ല കമൻറ്റ് ഇട്ടാൽ സന്തോഷം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് വായിച്ചിട്ട് ചിരിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതേപോലെ നിങ്ങൾക്ക് അത് കാണിച്ച കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാവേ. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നൊരു സംഭവമാണ്. കണ്ടാ? അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ വെറുതെ ലോങ് ലെങ്താക്കി നിങ്ങളുടെ സ്വീപ്പാക്കണ്ടെന്ന് വിചാരിച്ച്, എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. സ്വീപ്പാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആ കുഞ്ഞിക്കണ്ണൻ എൻ്റെ കയ്യിലേക്ക് എത്തിയ കഥ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സമയം 10 മണിയായോ മോളെ? സമയം എന്തായി? 9:30, 10 മണി അങ്ങാണ്ടായി. അപ്പം കിടക്കാനൊക്കെ നിങ്ങളും ഞാനും ഒക്കെ നോക്കുക.
അരുണുള്ള ദിവസം ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെക്കുറിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട കമൻറ്റുകളായിരുന്നു വരാറ്. അപ്പോൾ നല്ലത് വന്നപ്പം അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷം എന്നല്ല, ബാക്കി ഞാൻ നാളെ ഈ കണ്ണൻകുട്ടീനെ എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കഥ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറയുന്നില്ല, ആരും ഷെയർ ചെയ്യാറില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്കൊരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്.